വെൽക്കം ബാക്ക് ടു നിക്കൂസ് വേൾഡ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ നെക്സ്റ്റ് ഹെയർ കെയർ റൊട്ടീൻ്റെ വീഡിയോ ആണ്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ഹെയർ പാക്ക് ഇട്ടിട്ടാണ് ഹെയർ വാഷ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഹെയർ പാക്ക് ഞാനിവിടെ ഇതിൽ യൂസ് ചെയ്യുന്ന ഈ 1 വീക്കിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഹെയർ പാക്കും അടിപൊളി ബെസ്റ്റ് റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ തന്നെ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ചെമ്പരത്തിയില നമ്മുടെ തലമുടി അകാല നിരയ്ക്കും മുടി കൊഴിച്ചിലിനും മുടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. നെക്സ്റ്റ് കറിവേപ്പില നമ്മുടെ ഹെയർ നല്ല ഷൈനി സിൽക്കി സ്മൂത്തി ആയിട്ടിരിക്കാനും ഒക്കെ നല്ല ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ് നമ്മുടെ തുളസിയില നമ്മുടെ തലയിലുള്ള ഉണ്ടാകുന്ന ഡ്രൈനെസ്സും ഇച്ചിങ്ങും ഫംഗൽ ഇൻഫെക്ഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അടുത്തതായിട്ടുള്ള നവരയില അഥവാ പനിക്കൂർക്കയില, ഇതിൻ്റെ അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ ഇതിന്. കാരണം എന്ന് വെച്ചാൽ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ തലമുടി നന്നായിട്ട് തഴച്ച് വളരാനും ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് കേട്ടോ ഇതിൽ. ഈ ഇലയെല്ലാം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് അതിൻ്റെ തണ്ടും എല്ലാം പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം ഒരു മിക്സ്ഡ് ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അടിച്ചെടുക്കാൻ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കഞ്ഞിവെള്ളമാണ്. തലേദിവസത്തെ കഞ്ഞിവെള്ളമാണെങ്കിൽ നല്ല അടിപൊളി, കുറച്ചുകൂടി നല്ല റിസൾട്ടായിരിക്കും. ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അന്നത്തെ കഞ്ഞിവെള്ളം നന്നായിട്ട് തണുത്തിട്ട്, ഉപ്പിടാത്തതാണ് കേട്ടോ, ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ്, തണുത്തിട്ട് യൂസ് ചെയ്യണം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ ആണ് കേട്ടോ അടിച്ചെടുക്കുമ്പോൾ. ഞാൻ എടുത്തപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കുറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ എടുക്കണം. അതിനുശേഷം ഇവിടെ ഒരു നല്ല വൈറ്റ് ക്ലോത്ത്, ക്ലീൻ ആയിട്ടുള്ള വൈറ്റ് ക്ലോത്ത് എടുത്ത് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. നമ്മളെല്ലാ പാക്കും അരിച്ചാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മളിത് തലമുടിയിലെ കെട്ടെല്ലാം എടുക്കാൻ പോവുകയാണ്. കെട്ടെല്ലാം നന്നായിട്ട് ജടയെല്ലാം നമ്മൾ നീക്കം ചെയ്യണം. അതിനുശേഷം മാത്രമേ നമ്മൾ എല്ലാ പാക്കും ഇടാവുള്ളൂ. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ഓയിലാണോ ആ ഓയിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സ്കാൽപ്പിലും നമ്മുടെ മുടിയിലും മുടിയുടെ തുമ്പിലും എല്ലാം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പാക്ക് ഇടുമ്പോൾ നമുക്ക് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്, ഹെയറും സ്കാൽപ്പും എല്ലാം. അപ്പോൾ അതുകൊണ്ടൊന്ന് നറിഷായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒരു ചെറുതായിട്ട് നമ്മുടെ ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ ഹെയർ പാക്ക് ഇടാൻ പോവുകയാണ്. തലമുടി ഇങ്ങനെ ഓരോ വകുപ്പായിട്ട് എടുത്തതിന് ശേഷം ആ വകുപ്പിലെല്ലാം നമ്മളിങ്ങനെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എടുത്തപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞു കേട്ടോ. എനിക്ക് തിക്കും ലെങ്തും എല്ലാം കുറവായതുകൊണ്ട് ഞാൻ കരുതി തീരെ കുറച്ച് മതിയെന്ന്. പക്ഷേ തികഞ്ഞില്ല, കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒത്തിരി കൂടുതൽ ലീവ്സൊക്കെ ഒത്തിരി കൂടുതൽ എടുക്കാൻ ട്രൈ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഓരോ വകുപ്പായിട്ടെടുത്ത് തലയിലിങ്ങനെ പതിയെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് ടൈം എടുത്ത് ഇങ്ങനെ മൊത്തം എടുത്ത് തേക്കാതെ കുറച്ച് ടൈം എടുത്ത് ഓരോ വകുപ്പിലും അങ്ങനെ പതുക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ചെറിയൊരു മസാജ്, പതുക്കെ ഒരു മസാജും കൂടെ കൊടുക്കാൻ ട്രൈ ചെയ്യണം കേട്ടോ. നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ സ്കാൽപ്പിൽ മാത്രമല്ല ഹെയർ ഫുള്ളായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. സ്കാൽപ്പ് തൊട്ട് നമ്മുടെ ഹെയറിൻ്റെ തുമ്പ് വരയ്ക്കും ഫുള്ളായിട്ടും നമ്മളിത് യൂസ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് ഹെയറിൻ്റെ ഇങ്ങനെ ഒന്ന് കെട്ടി വയ്ക്കുക. 1/2 അവർ തൊട്ട് 1 അവർ വരെ നമുക്കിത് തലയിൽ വെച്ചേക്കാം കേട്ടോ. അതിനുശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാം. അപ്പോൾ തലനീരിറങ്ങാത്ത പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.